ഇപ്പോൾ നിങ്ങൾ ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഒക്കെ പോകുന്നുണ്ടാവും. ഇപ്പം ഈ ഒരു ലൈവ് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ലൈവ് ആർക്കൈവ് സെക്ഷനിലോട്ടും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ആർക്കൈവ് സെക്ഷനിലോട്ടും കൂടി ആഡ് ചെയ്ത് വെച്ചാൽ ഒരു 30 ദിവസത്തോളം ആ ഒരു ലൈവ് അവിടെ കിടക്കുന്നതായിരിക്കും. അപ്പം അതിനുശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലൈവ് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കൈവ് സെക്ഷനിലോട്ടും കൂടി സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ താഴെ ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ലൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മുകളിലൊരു സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ലൈവ് ടു ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ചിലപ്പം ഇത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവ് ആർക്കൈവ് സെക്ഷനിലോട്ട് സേവ് ആവില്ല. നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആർക്കൈവ് സെക്ഷനിലോട്ട് സേവ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലൈവ് ആർക്കൈവ് സെക്ഷനിലോട്ടും കൂടി സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.